നമസ്കാരം, എൻ്റെ പേര് രശ്മി. ഞാൻ SVT ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റാണ്. നമുക്കിപ്പോൾ മഴ ആണല്ലേ, അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഈ മഴക്കാലത്ത് ഏത് തരം ഫുഡ്സുകൾ നമ്മൾ കൊടുത്താൽ ഇമ്മ്യൂണിറ്റി കിട്ടും എന്നതിനെ കുറിച്ചിട്ടാണ് ഞാനൊന്ന് പറയാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഫുൾ കൺഫ്യൂസ്ഡ് ആണ്. കുഞ്ഞുങ്ങൾക്ക് എന്ത് ഭക്ഷണം കൊടുക്കണം, ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനായിട്ട് എന്തൊക്കെ രീതിയിലാണ് നമ്മൾ ഫുഡ് പ്രിപ്പറേഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് എല്ലാ പാരൻസിൻ്റെ ഒരു കൺസേൺ ആണ്. പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ പോയി തുടങ്ങുന്ന സമയത്ത് അവർക്ക് അത്രയധികം ഫുഡ് അവർ കഴിക്കത്തുമില്ല. കൂടുതലും കളിയും ആ കാര്യത്തിലോട്ടായിരിക്കും അവർ പോകുന്നതും, പഠിത്തമൊക്കെ ആയിട്ട്. അപ്പോൾ ഫുഡ് ഒരു മെയിൻ കാരണം തന്നെയാണ്. കാരണം വെയിറ്റ് ലോസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഈ ഒരു മഴ സമയത്ത് വരാനുള്ള കാരണം എന്തുകൊണ്ടാണ്? ഇമ്മ്യൂണിറ്റി കുറവാകുമ്പോൾ അസുഖങ്ങൾ വരും. അസുഖങ്ങൾ വരുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ വെയിറ്റ് ലോസ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകാനുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണം കുറച്ചൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഒരു ഇമ്മ്യൂണിറ്റി നമുക്ക് കുറച്ചും കൂടി കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ നമുക്ക് ഫുഡ്, അങ്ങനത്തെ രീതിയിലുള്ള ഫുഡ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ കൊടുക്കുന്ന വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങളാണ്. അതിൽ ഓറഞ്ച്, അതേപോലത്തെ വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ സ്നാക്സ് കൊടുത്തു വിടുന്ന കൂട്ടത്തിൽ നമുക്കൊരു ഫ്രൂട്ട് ഐറ്റം, ഓറഞ്ചോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കുക, ഈ ഒരു പച്ചക്കറികളായിക്കോട്ടെ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ നമ്മൾ മേടിച്ചതിന് ശേഷം നന്നായിട്ട് മഞ്ഞൾ ഇട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു വിടാൻ പാടുള്ളൂ. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ഫുഡ്സ് ആണ്. അതായത് പുളിപ്പിച്ച ടൈപ്സ് ഫുഡ് എന്ന് പറയുമ്പോൾ, ഫെർമെൻറ്റഡ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ അറിയാം, അപ്പം ഉണ്ടാക്കുവാണ്. അപ്പോൾ നമ്മളത് ഈസ്റ്റൊക്കെ ഇട്ടൊന്ന് ഫെർമെൻറ്റേഷൻ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഫുഡുകൾ, ഇഡ്ഡലി, ദോശ, സ്റ്റീംഡ് ആയിട്ടുള്ള ഐറ്റംസ്, ഇതെല്ലാം കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കുന്നത് വളരെയധികം കുഞ്ഞുങ്ങൾക്ക് ഹെൽത്തി ആയിട്ടിരിക്കുകയും ചെയ്യും. മാത്രമല്ല, കഴിവതും നമ്മൾ ചെറിയ ചൂടോടുകൂടി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യുക. ഇപ്പം മാർക്കറ്റിങ്ങിൽ അവൈലബിൾ ആണ് ചൂട് തങ്ങി നിൽക്കുന്ന ടിഫിൻ ബോക്സും എല്ലാം. ഒരു കാരണവശാലും നമ്മൾ പ്ലാസ്റ്റിക് യൂസ് ചെയ്യരുത്. സ്റ്റീലിൽ തന്നെ നമുക്ക് അങ്ങനത്തെ ടിഫിൻ ബോക്സസ് അവൈലബിൾ ആയിരിക്കും. സോ അങ്ങനത്തെ ഫുഡുകൾ നമ്മൾ ചെറിയ ചൂടോടുകൂടി, ഇപ്പോൾ ചോറായിക്കോട്ടെ, ഇതൊക്കെ ചെറിയ ചൂടോടുകൂടി കുഞ്ഞുങ്ങൾക്ക് നൽകാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യും. അടുത്തതായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് നട്ട്സും സീഡ്സും ഒക്കെയാണ്. അതായത് കാഷ്നട്ട്, ബദാം, സോക്ഡ് ആയിട്ടുള്ളതാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. കാഷ്നട്ട്, ബദാം, അതുപോലെ തന്നെ പംകിൻ സീഡ്സ്, സൺഫ്ലവർ സീഡ്, ഇതൊക്കെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണത്തിൽ നമുക്ക് ഉൾപ്പെടുത്തിയാൽ വളരെയധികം നന്നായിരിക്കും. ഇതെല്ലാം നമുക്ക് കുഞ്ഞുങ്ങൾ അതേപടി കഴിക്കണം എന്നില്ല, പക്ഷേ നമ്മളത് പേസ്റ്റ് ആക്കുകയോ പൊടിച്ചിട്ടോ നമ്മൾ കുഞ്ഞുങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മൾ മിക്സപ്പ് ചെയ്ത് കൊടുക്കുന്നത് വളരെയധികം നന്നായിരിക്കും. പിന്നെ ഉള്ളത് മില്ലറ്റ്സ് ആണ്. മില്ലറ്റും ഹോൾ ഗ്രെയിൻസും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് വളരെയധികം ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന ഒരു കാര്യം തന്നെ. അതായത് വീറ്റ്, മില്ലറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതും കുഞ്ഞുങ്ങൾ ഡയറക്റ്റ്ലി മില്ലറ്റ് ഒന്നും കഴിക്കണം എന്നില്ല. നമുക്ക് ഇതുപോലെ തന്നെ പൊടിച്ച് കുറുക്കിലാണെങ്കിലോ കഞ്ഞിയിലാണെങ്കിലോ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ പുറത്തുനിന്നുള്ള ഫുഡ്സ്, ഈ പാനീയങ്ങൾ, പല രീതിയിലുള്ള ജ്യൂസസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അല്ലേ, കോള പോലത്തെ സാധനങ്ങൾ. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ, തണുത്ത സാധനങ്ങൾ, തുറന്ന് വെച്ചിരിക്കുന്ന സാധനങ്ങളൊന്നും കുഞ്ഞുങ്ങൾക്ക് ഈ മഴ സമയത്ത് വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക എന്നുള്ളത്. കൂടുതലായിട്ടും അവർക്കത് ഫീവർ കൂടാനും മാത്രമല്ല ഡയേറിയ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ഈ ഒരു പാറ്റേൺ നമ്മൾ കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കുക എന്നുള്ളത്. നമ്മൾ എങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്നത് ആ രീതിയിലായിരിക്കും കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നതും. കാരണം നമ്മളിപ്പോൾ ഒരു നല്ലൊരു ഡയറ്റ് ചാർട്ട്, നല്ലൊരു ഡയറ്റ് പ്ലാൻ ആണ് കുഞ്ഞുങ്ങൾക്ക് നൽകുന്നതെങ്കിൽ കുഞ്ഞുങ്ങൾ അത് ഫോളോ അപ്പ് തീർച്ചയായിട്ടും ചെയ്തിരിക്കും. കാരണം ഡെയിലി ഓരോ വെജിറ്റബിൾ കഴിക്കുക, ഡെയിലി ഫ്രൂട്ട്സ് കഴിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ കുട്ടികൾ കഴിക്കാൻ മടിയായിരിക്കും. പക്ഷെ നമ്മൾ തിങ്ക് ചെയ്ത് അത് വേറെ രീതിയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് ധാരാളമായിട്ട് നമുക്ക് കുഞ്ഞുങ്ങളിൽ എത്തിക്കാനായിട്ട് സാധിക്കും. വേറെ എല്ലാം ഒരേ രീതിയിലാകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്യേണ്ടത് പല രീതിയിലും പല വിധത്തിലുള്ള പ്രിപ്പറേഷൻസ് എങ്ങനെയാണ്. നമുക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ അതിനെക്കുറിച്ചുള്ള വീഡിയോസും ഒക്കെ ഇഷ്ടംപോലെ ധാരാളമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങളെ ചെയ്താൽ പാൻ കേക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഇങ്ങനത്തെ പല 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 ടിപ്സുകളും കാര്യങ്ങളും നമുക്ക് യൂട്യൂബിൽ നിന്നൊക്കെ കിട്ടും. അപ്പോൾ എല്ലാവരും ഫോൺ യൂസ് ചെയ്യുന്നവരാണ്. സോ അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ നമ്മൾ നോർമൽ റീൽസ് ഒക്കെ കാണുന്നതിന് പകരം കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്ന എങ്ങനെ രീതിയിൽ ഫുഡുകൾ നമ്മൾ ഉണ്ടാക്കാം എന്നുള്ളത് നമ്മൾ നോക്കി അതനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കുഞ്ഞുങ്ങൾ ഹെൽത്തി ആയിരിക്കും. നല്ലൊരു ഡയറ്റ് ചാർട്ട് കുഞ്ഞുങ്ങളെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. താങ്ക് യു.